ഇന്റർനാഷണൽ പൊളിറ്റിക്സിലും ആഗോളതലത്തിലും വൻ ചലനങ്ങൾ സൃഷ്ടിച്ച നിർണായകമായ ചില പ്രധാന വിഷയങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഒരു ഭാഗത്ത് മിഡിൽ ഈസ്റ്റിൽ ഹോർമൂസ് മുതൽ ഗൾഫ് ഓഫ് ഒമാൻ വരെ മിലിറ്ററി ടെൻഷൻ ശക്തമാകുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ലെബനൻ പോലൊരു രാജ്യത്ത് ഡെത്ത് പെനാൽറ്റി തന്നെ അവസാനിപ്പിക്കുന്ന ചരിത്രപരമായ മാറ്റം സംഭവിക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചുള്ള വാർണിംഗ് സൈൻസ് ശക്തമാകുന്നു. ഇതിനിടയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും അപകടകരമായ തലത്തിലേക്ക് നീങ്ങുന്നത്. റഷ്യ മിസൈൽ പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. യുക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വലിയ പ്രഷർ നേരിടുന്നുണ്ട്. നോർത്ത് കൊറിയൻ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള പുതിയ ഡെവലപ്മെന്റ്സ് യുദ്ധത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. അതായത് ഇത് വെറും യുദ്ധവാർത്തയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസോ മാത്രമല്ല. എനർജി, ഇക്കണോമി, സെക്യൂരിറ്റി, ഡിപ്ലോമസി, ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ഗ്ലോബൽ പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഓരോന്നും പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഒരു കടൽപാത തുറക്കുമോ അടഞ്ഞു തന്നെ തുടരുമോ എന്ന അൺസർട്ടനിറ്റി, അതിന്റെ ഇമ്പാക്ട് ഇപ്പോൾ നേരിട്ട് ലോകത്തെ ഓയിൽ മാർക്കറ്റിലാണ് കാണുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഓയിൽ മാർക്കറ്റ് ഒന്ന് ശാന്തമാകുമെന്ന് കരുതിയതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. പുതിയ ഷിപ്പിംഗ് അറ്റാക്സ് നടക്കുന്നു, ഇറാന്റെ കടുത്ത കണ്ടീഷൻസ് വരുന്നു, യുഎസിന്റെ കൗണ്ടർ ഡിമാൻഡ്സ് വരുന്നു. ഇതെല്ലാം ചേർന്നതോടെ ഹോർമൂസ് ഉടൻ തുറക്കുമെന്ന പ്രതീക്ഷ വീണ്ടും തകർന്നിരിക്കുകയാണ്. അതിന്റെ ആദ്യ സിഗ്നൽ കിട്ടിയത് ക്രൂഡ് ഓയിൽ പ്രൈസിലാണ്. ബ്രെന്റ് ക്രൂഡ് വീണ്ടും $90 അടുത്തെത്തി. ഓഗസ്റ്റ് 12 രാവിലെ ബ്രെന്റ് ഫ്യൂച്ചേഴ്സ് ഏകദേശം $89.63 പെർ ബാരൽ വരെ ഉയർന്നു. WTI ക്രൂഡ് ഏകദേശം $83.91 വരെയും എത്തി. അതായത് മാർക്കറ്റ് വീണ്ടും റിസ്ക് പ്രീമിയം പ്രൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഫെബ്രുവരി അവസാനം US, ഇസ്രായേൽ, ഇറാൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പുള്ള നിലയുമായിട്ട് താരതമ്യം ചെയ്താൽ ബ്രെന്റ് ഇപ്പോൾ ഏകദേശം 24% കൂടുതലാണ്. ഇവിടെ പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഒരു കടൽപാതയുടെ റീഓപ്പണിംഗ് ഡിലേ മാത്രം ഓയിൽ പ്രൈസിനെ വീണ്ടും ഇത്ര ശക്തമായിട്ട് ബാധിക്കുന്നത്? യെസ്, ലോക സാമ്പത്തിക രംഗത്തെയും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു അടിയന്തര വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എപ്പോൾ വേണമെങ്കിലും തുറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് കനത്ത തിരിച്ചടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടിയതിന് പിന്നാലെ കടലിൽ വീണ്ടും റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുകയാണ്. റെഡ് സീയിലും ബാബൽ മന്ദബിലും വൻതോതിലുള്ള ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചതോടെ ക്രൂഡ് ഓയിൽ വില ആഗോള വിപണിയിൽ കുതിച്ചുയരുകയാണ്. ഇത് വെറും ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധവാർത്തയല്ല. നിങ്ങളുടെ പോക്കറ്റിനെ, പെട്രോൾ ഡീസൽ വിലയെ, നമ്മുടെ നാടിന്റെ പണപ്പെരുപ്പത്തെ അപ്പാടെ ബാധിക്കാൻ പോകുന്ന വൻ പ്രതിസന്ധിയാണ്. എന്താണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ആദ്യം തന്നെ ഇന്നത്തെ ഏറ്റവും പുതിയ എണ്ണവിലയുടെ വിവരങ്ങളിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് വില തുടർച്ചയായ 6ാം ദിവസവും വർദ്ധിച്ച് ബാരലിന് $89.55 മുതൽ $90 വരെ എത്തി നിൽക്കുകയാണ്. അമേരിക്കൻ WTI ക്രൂഡ് വില ബാരലിന് 83.90 കടന്നു. ഈ ഒറ്റ വർഷം കൊണ്ട് മാത്രം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ 40% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഒരു തരംഗമുണ്ടായത് എന്ന് നോക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച US, ഇറാൻ സമാധാന ചർച്ചകളും സമാധാന കരാറുകളും പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ എണ്ണവിലയിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് കടലിൽ വീണ്ടും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ എണ്ണ വിപണിയിൽ ഭീതി പടരുകയും വില കുതിച്ചുയരുകയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇത്ര വലിയ വിഷയമാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ? ലോകത്ത് ആകെ ഉപയോഗിക്കുന്ന എണ്ണയുടെയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെയും 1/5 അതായത് ഏകദേശം 20% എണ്ണക്കടത്തും ഒഴുകുന്നത് പെർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. ഇപ്പോൾ അവിടെ എന്താണ് സ്ഥിതി എന്ന് നോക്കുമ്പോൾ, പേരിന് ചില എണ്ണക്കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നത്. ഭൂരിഭാഗം കൂറ്റൻ ഓയിൽ ടാങ്കറുകളും തങ്ങളുടെ ട്രാക്കിംഗ് സിസ്റ്റം അഥവാ ട്രാൻസ്പോണ്ടേഴ്സ് സ്വിച്ച് ഓഫ് ചെയ്ത് ഡാർക്ക് ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. കടലിലൂടെയുള്ള സാധാരണ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് അമേരിക്കൻ മിലിറ്ററിയുടെ സഹായത്തോടെ പ്രതിദിനം 9 മില്യൺ ബാരൽ എണ്ണ മാത്രമാണ് കഷ്ടിച്ച് ഈ വഴി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത് സാധാരണ അളവിന്റെ പകുതിയിൽ താഴെ മാത്രമാണ്. ഈ ഒരു ന്യൂസ് സങ്കീർണമാകുന്നത് ഇവിടെയാണ്. കടലിടുക്ക് തുറക്കുന്നതിനായിട്ട് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അയൽ രാജ്യങ്ങളായ ഒമാനും പാകിസ്ഥാനും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇറാൻ വെച്ച നിബന്ധനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞു. ഇറാൻ മുന്നോട്ട് വെച്ച കണ്ടീഷൻസ് ചെറിയ ലിസ്റ്റല്ല. അവയിൽ പെടുന്നത് ഇതൊക്കെയാണ്: ഇറാനെതിരായ US ത്രെറ്റ്സ്, ഇൻസൾട്ട്സ് ഇതൊക്കെ അവസാനിപ്പിക്കുക, ഇറാനും ലെബനൻ, പലസ്തീൻ,
യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ അലൈസിനും എതിരായ അറ്റാക്സ് പെർമനന്റ് ആയിട്ട് അവസാനിപ്പിക്കുക, ഇറാനിയൻ പോർട്സിനുള്ള US നേവൽ ബ്ലോക്കേഡ് നീക്കുക, ഇറാനിന് ചുറ്റുമുള്ള US നേവൽ എയർഫോഴ്സ് പിൻവലിക്കുക, ഈ വാറുകളിലൂടെ ഉണ്ടായ ഡാമേജസിന് കോമ്പൻസേഷൻ നൽകണം, അതുപോലെ US സാങ്ഷൻസ് മാറ്റണം, പിന്നെ മാറ്റി ഫ്രോസൺ ഇറാനിയൻ അസറ്റ്സ് റിലീസ് ചെയ്യണം. ഇവയാണ് ഇറാൻ പ്രഖ്യാപിച്ച പ്രധാന കണ്ടീഷൻസ്. അതേസമയം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി പറയുന്നത് ഒമാനുമായിട്ട് ഹോർമുസിന്റെ ഫ്യൂച്ചർ ഷിപ്പിംഗ് അറേഞ്ച്മെന്റ് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ്. പുതിയ ഷിപ്പിംഗ് ലെയിൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം, അതുപോലെ ഭാവിയിൽ മാനേജ്മെന്റ് എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഡിസ്കഷൻസ് നടക്കുന്നത്. അത് ഫൈനൽ സ്റ്റേജിലാണ് എന്നും ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇറാൻ പറയുന്നത് ഒമാനുമായിട്ടുള്ള ടോക്സ് US-ഉമായിട്ടുള്ള നെഗോസിയേഷൻസിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ്. അതായത് ഡിപ്ലോമസിയിലൂടെ പല ലെയേഴ്സ് ആണ് ഇപ്പോൾ ഒരേ സമയം നടക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ അംഗീകരിക്കാതെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി ശത്രുതാപരമായ കപ്പലുകളെ കടത്തു വിടില്ല എന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. അതേസമയം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഞങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാന്റെ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച പനാമ ഫ്ലാഗ് ഉള്ള വെലാനോവ എന്ന കാർഗോ കപ്പലിന് നേരെ US മിലിറ്ററി ഹെലികോപ്റ്ററിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതോടൊപ്പം ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും യമനിലെ ഹൂതി വിമതർ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഡ്രോൺ റോക്കറ്റ് ആക്രമണം നടത്തി. ഒരു ചരക്ക് കപ്പലിന് പൂർണ്ണമായി തീപിടിക്കുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് യമൻ ഗവൺമെന്റ് സ്ഥിരീകരിച്ചു. ഈ പ്രതിസന്ധി ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം. ഏഷ്യൻ വൻകരയിലെ പ്രധാന സാമ്പത്തിക ശക്തിയായ ചൈനയിൽ എണ്ണശേഖരം വൻതോതിൽ കുറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഷാങ്ഡോങ് പ്രവിശ്യയിൽ മാത്രം 35 മില്യൺ ബാരലിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ഇതോടെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ചൈന നിർബന്ധിതരാവുകയാണ്. മറുവശത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഡീസലിനും പെട്രോളിനും വില വീണ്ടും ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. അനാവശ്യമായി US ഫെഡറൽ റിസർവിന് വലിപ്പം കൂട്ടേണ്ടി വരുമെന്നും പലിശ നിരക്കുകൾ കൂട്ടേണ്ടി വരുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എണ്ണവില ഇനിയും ഉയർന്ന് $100 കടന്നാൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി അധിഷ്ഠിത രാജ്യങ്ങളിൽ വൻ പണപ്പെരുപ്പത്തിന്, ഇൻഫ്ലേഷന് കാരണമാകും. സംഗതി വ്യക്തമാണ്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഗൾഫ് കടലിൽ വെടിയൊച്ചകളും മിസൈലുകളും അടങ്ങുന്നില്ല. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് സാധാരണ നിലയിലാകുന്നത് വരെ ലോക സാമ്പത്തിക രംഗത്തെ ഈ ഒരു അനിശ്ചിതത്വം തുടരുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ ആ കുറ്റത്തിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ ശിക്ഷയായിട്ട് ഒരു രാജ്യം തന്നെ ആ കൊലപാതകിയുടെ ജീവൻ എടുക്കണം. നൂറ്റാണ്ടുകളായി ഭിന്നാഭിപ്രായങ്ങളുള്ള ഒരു വലിയ മോറൽ ആൻഡ് ലീഗൽ ഡിബേറ്റ് ആണിത്. പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു ചരിത്രപരമായ വാർത്ത എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത, എന്നാൽ മനുഷ്യാവകാശ ചരിത്രത്തിൽ വൻ വഴിത്തിരിവാകുന്ന ഒരു ബിഗ് ഡെസിഷൻ. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ വാർത്ത ഇതാണ്. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് വധശിക്ഷ, ഡെത്ത് പെനാലിറ്റി ഒഫീഷ്യലായിട്ട് നിർത്തലാക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ലെബനൻ. ഒരു കാലത്ത് വലിയ കുറ്റകൃത്യങ്ങൾക്ക് തൂക്കുമരവും ഫയറിംഗ് സ്ക്വാഡും വിധിച്ചിരുന്ന ഒരു രാജ്യം ഇനി മുതൽ ആരെയെങ്കിലും കൊല്ലാൻ ഭരണകൂടത്തിന് അധികാരമില്ല എന്ന നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? കുറ്റവാളികളെ ഇല്ലാതെയാക്കുന്ന ഈ വധശിക്ഷ ലോകത്തെ എപ്പോഴാണ് തുടങ്ങിയത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇനി ഇത് നിർത്തലാക്കാൻ പോകുന്നത്? ലെബനനിലെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് കൃത്യമായി നോക്കാം. ആദ്യം തന്നെ ലെബനനിൽ നടന്ന സംഭവത്തിന്റെ പ്രധാന പോയിന്റുകളിലേക്ക് വരാം. ഓഗസ്റ്റ് 11 ലെബനൻ പാർലമെന്റ് ചരിത്രപരമായിട്ടുള്ള ഒരു ബില്ലിന് അംഗീകാരം നൽകി. രാജ്യത്തെ പീനൽ കോഡ് അടക്കം 41-ലധികം നിയമങ്ങളിൽ ഉണ്ടായിരുന്ന ഡെത്ത് പെനാലിറ്റി വ്യവസ്ഥകളെല്ലാം ഇതോടെ റദ്ദാക്കപ്പെടും. പകരം എന്താണ് ശിക്ഷ എന്നല്ലേ? ഇനി മുതൽ കഠിന തടവോടുകൂടിയ ജീവപര്യന്തമായിരിക്കും വധശിക്ഷയ്ക്ക് പകരമായിട്ട് നൽകുക. പക്ഷെ ഇവിടെ ഒരു കൗതുകരമായ കാര്യമുണ്ട്. ലെബനൻ ഇപ്പോൾ ഔദ്യോഗികമായി നിയമം പാസാക്കിയെങ്കിലും 2004 ശേഷം കഴിഞ്ഞ 22 വർഷമായിട്ട് ലെബനനിൽ ഒരാളെ പോലും വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിട്ടില്ല. കോടതികൾ വധശിക്ഷ വിധിക്കുമായിരുന്നുവെങ്കിലും സർക്കാരുകൾ അത് നടപ്പിലാക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം നിലവിൽ ഡെത്ത് റോയിൽ കഴിയുന്ന 84ഓളം തടവുകാരുടെ ശിക്ഷ ഇതോടെ ജീവപര്യന്തമായിട്ട് മാറും. അതുപോലെ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടെയുണ്ട്. ഒന്നാമതായിട്ട് ഹിസ്ബുള്ളയുടെ എതിർപ്പാണ്. പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രതിനിധികൾ പ്രതിഷേധിച്ചു, ഇറങ്ങിപ്പോയി. ഇനി പൊതുമാപ്പിന്റെ ഒരു തർക്കമുണ്ട്. രാജ്യത്ത് ഒരു പൊതുമാപ്പ് നിയമം നടപ്പിലാക്കാൻ ചർച്ച നടക്കുന്നുണ്ട്. ഭീകരവാദ കേസിൽപ്പെട്ടവർക്ക് ഇളവ് ലഭിക്കുമോ എന്ന ഭയം കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്കുണ്ട്. അതുപോലെ ക്രിമിനലുകളെ വിട്ടു നൽകലാണ് അടുത്ത സംശയം. ലെബനന്റെ ജസ്റ്റിസ് മിനിസ്റ്റർ അഡൽ നാസർ പറഞ്ഞത് വധശിക്ഷ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറ്റവാളികളെ ലെബനിലേക്ക് നാട് കടത്താൻ വലിയ തടസ്സമായിരുന്നു എന്നാണ്. പുതിയ മാറ്റത്തോടെ അന്താരാഷ്ട്ര ജുഡീഷ്യൽ സഹകരണം കൂടുതൽ ശക്തമാകും. ഇനി ചരിത്രം നോക്കുമ്പോൾ, പുരാതന നിയമങ്ങൾ നോക്കുമ്പോൾ
BC 18-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയയിൽ നിലവിലിരുന്ന കോഡ് ഓഫ് ഹമ്മുറാബിയിലാണ് രേഖപ്പെടുത്തപ്പെട്ട ആദ്യ വധശിക്ഷ നിയമങ്ങൾ കാണുന്നത്. an eye for an eye, a tooth for a tooth. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന തത്വമായിരുന്നു ഇതിന് പിന്നിൽ. റോമൻ ഗ്രീക്ക് ഭരണകാലം നോക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിലും പുരാതന ഗ്രീസിലും വധശിക്ഷ സർവ്വസാധാരണമായിരുന്നു. കുരിശിലേറ്റൽ, വിഷം നൽകൽ, തലവെട്ടൽ എന്നിവയൊക്കെ രാജാക്കന്മാർ നടപ്പിലാക്കിയിരുന്നു. ഇനി 18-ാം നൂറ്റാണ്ടിലെ മാറ്റം നോക്കുമ്പോൾ 1764 ഇറ്റാലിയൻ തത്വചിന്തകനായ ചെസരെ ബെക്കാരിയ എഴുതിയ ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെന്റ്സ് എന്ന പുസ്തകമാണ് ലോകത്ത് വധശിക്ഷയ്ക്കെതിരെ ആദ്യമായിട്ടൊരു വലിയ ചിന്താ തരംഗം സൃഷ്ടിച്ചത്. കുറ്റവാളിയെ കൊല്ലുകയല്ല, മറിച്ച് സമൂഹത്തെ തിരുത്തുകയാണ് വേണ്ടത് എന്ന് ലോകം ചിന്തിച്ചു തുടങ്ങി. ലോകത്തിന്റെ ട്രെൻഡ് നോക്കിയാൽ വധശിക്ഷ പതുക്കെ പതുക്കെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലോകത്തിലെ 110-ലധികം രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ ഇത് അബോളിഷ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാന രാജ്യങ്ങൾ ഇവയാണ്. ഒന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളായ സാംബിയയും ഘാനയും അടുത്തിടെ ഭരണഘടനാ ഭേദഗതികളിലൂടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നിർണായക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് കെനിയൻ കോടതികളും പാർലമെന്റും മരണശിക്ഷ ഒഴിവാക്കി പകരം ജീവപര്യന്തമാക്കാനുള്ള നിയമനിർമ്മാണത്തിൽ അവസാന ഘട്ടത്തിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. US-ൽ ഫെഡറൽ തലത്തിൽ വധശിക്ഷ ഉണ്ടെങ്കിലും കൂടുതൽ സ്റ്റേറ്റുകൾ, അതായത് നിലവിൽ 23 സ്റ്റേറ്റുകൾ നിരോധിച്ചു വധശിക്ഷ ഒഴിവാക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. ഇനി മലാവി, സിംബാബ്വെ. ഭരണാധികാരികളും മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് നിയമസഭയിൽ ബില്ലുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ. വധശിക്ഷ എന്ന ക്രൂരമായിട്ടുള്ള രീതി ഇല്ലാതാക്കുന്നത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. കൃത്യമായ തെളിവുകളില്ലാതെ നിരപരാധികൾ കൊല്ലപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഇത് സഹായിക്കും. എന്നാൽ മറുഭാഗത്ത് ദാരുണമായ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇതിലൂടെ നീതി ലഭിക്കുമോ എന്ന വലിയൊരു ചോദ്യവും ബാക്കിയാവുകയാണ്. ഒരു രാജ്യം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ കടന്നുപോയി. പഴയ ഭരണകൂടം വീണു, ഇലക്ഷൻ നടന്നു, പുതിയ സർക്കാർ അധികാരത്തിലെത്തി. പക്ഷേ അതോടെ ക്രൈസിസ് തീർന്നു? ഇല്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിനെ പറ്റിയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ചില വാർണിംഗ് സൈൻസ് വീണ്ടും തെളിഞ്ഞു വരികയാണ്. പൊളിറ്റിക്കൽ പോളറൈസേഷൻ, സ്ട്രീറ്റ് ലെവൽ വയലൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്, ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന്റെ വളർച്ച, ഇക്കണോമിയിലെ പ്രഷർ, ഇന്ത്യയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടെൻഷൻ, അതിനു മുകളിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരുമെന്നുള്ള പ്രഖ്യാപനം. ഇതൊക്കെ കൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പുതിയ ചോദ്യം ഇതാണ്: രാജ്യം ഡെമോക്രസിയിലേക്ക് സ്ഥിരമായിട്ട് നീങ്ങുകയാണോ, അതോ ഒന്നിൽ നിന്ന് അടുത്തത് എന്ന പോലെ മറ്റൊരു ക്രൈസിസിലേക്കാണോ പോകുന്നത്? ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ ആശങ്കാജനകമായ വാർത്തകളാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം നൊബേൽ സമ്മാന വിജയിയായ ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. എന്നാൽ രാജ്യം പ്രതീക്ഷിച്ച ജനാധിപത്യത്തിലേക്കാണോ അതോ അരാജകത്വത്തിലേക്കാണോ പോകുന്നത്? സാമ്പത്തിക തകർച്ച, വർഗീയ സംഘർഷങ്ങൾ, രാഷ്ട്രീയ പ്രതികാരം, ക്രമസമാധാന തകർച്ച, ഏതൊക്കെ മേഖലകളിലാണ് ചുവപ്പ് സിഗ്നലുകൾ, റെഡ് സിഗ്നൽസ് കത്തുന്നത്? ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. ആദ്യത്തെ പ്രധാന വാർണിംഗ് സിഗ്നൽ എന്നത് രാജ്യത്തെ നിയമവാഴ്ചയുടെ തകർച്ചയും രാഷ്ട്രീയ പ്രതികാരവുമാണ്. പക്ഷേ അവിടെയും തീർന്നില്ല പ്രശ്നം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഗുരുതരമായ ഭീഷണിയിലാണ്. പ്രതിപക്ഷത്തെ പിന്തുണച്ചു എന്ന് ആരോപിച്ച് 150-ലേറെ മാധ്യമ പ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ റദ്ദാക്കുകയും പലർക്കുമെതിരെ ഹ്യൂമൻ റൈറ്റ്സ് ലംഘന കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അധികാരം നഷ്ടപ്പെടുകയും തെരുവിൽ നിയമം കയ്യിലെടുക്കുന്ന ആൾക്കൂട്ട നീതി വ്യാപകമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിലെ വൻ പ്രതിസന്ധിയാണ്. GDPയുടെ ഇടിവാണ് ആദ്യം. ബംഗ്ലാദേശിന്റെ GDP വളർച്ചാ നിരക്ക് 3.49% കുത്തനെ ഇടിഞ്ഞു. ഇനി ബാങ്കിംഗ് തകർച്ചയുണ്ട്. ബാങ്കുകളിൽ നിഷ്ക്രിയ ആസ്തികൾ കുതിച്ചുയർന്നു. പ്രധാനപ്പെട്ട പല ബാങ്കുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അടുത്തത് റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ മേഖലയിലാണ്. ബംഗ്ലാദേശിന്റെ ജീവനാഡിയായ തുണിത്തര കയറ്റുമതി മേഖല പ്രക്ഷോഭങ്ങളും ലേബർ അൺറെസ്റ്റും കാരണം തകർന്ന് തരിപ്പണമായി. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓർഡറുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പണപ്പെരുപ്പമുണ്ട്. ജനങ്ങൾക്ക് ദൈനംദിന ജീവിത ചെലവ് താങ്ങാനാകാത്ത വിധം സാധനവില കുതിച്ചുയരുകയാണ്. മൂന്നാമത്തെയും ഏറ്റവും അപകടകരമായിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് തീവ്രവാദ ശക്തികളുടെ തിരിച്ചുവരവും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭീഷണിയുമാണ്. അവാമി ലീഗ് പോയതോടെ രൂപപ്പെട്ട പവർ വാക്യൂം മുതലാക്കി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര വലതുപക്ഷ മതമൗലികവാദ സംഘടനകൾ വലിയ ശക്തിയായി ഉയർന്നു വരുന്നു. അതിനേക്കാൾ ഉപരി ബംഗ്ലാദേശിലെ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ, വീടുകളും ആരാധനാലയങ്ങളും തകർക്കൽ എന്നിവ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇത് കേവലം ആഭ്യന്തര വിഷയമല്ല, മറിച്ച് തെക്കേ ഏഷ്യൻ മേഖലയിലെ തന്ത്രപരമായ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. നമുക്ക് ഏറ്റവും നിർണായകമായ വിഷയം ഇത് എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, സുരക്ഷാ ഭീഷണിയുണ്ട് നമുക്ക്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും വർദ്ധിക്കാനുള്ള സാധ്യതയാണത്.
അടുത്തത് ചിക്കൻ സ്നെക്ക് സിലിഗുരി ഇടനാഴിയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി കോറിഡോറിന് തൊട്ടടുത്താണ് ബംഗ്ലാദേശ്. അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള സർക്കാർ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് വലിയ ഭീഷണിയാണ്. ഇനിയും വിദേശ ശക്തികളുടെ സ്വാധീനം വരും. ബംഗ്ലാദേശിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം വർദ്ധിക്കാൻ ഈ ഒരു സാഹചര്യം വഴിയൊരുക്കുന്നു. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എത്രയും വേഗം പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥി നേതാക്കളും ഇടക്കാല സർക്കാരും പറയുന്നത് ആദ്യം സ്ഥാനപരമായ പരിഷ്കാരങ്ങൾ പൂർത്തിയാകട്ടെ എന്നാണ്. തെരഞ്ഞെടുപ്പ് തീയതി നീണ്ടുപോകുന്നത് ഇടക്കാല സർക്കാരും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വച്ഛാധിപത്യ ഭരണകൂടത്തെ പുറത്താക്കി ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ ജനങ്ങൾ നടത്തിയ പോരാട്ടം ഇപ്പോൾ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്കും തീവ്രവാദത്തിലേക്കുമാണോ തള്ളിയിടുന്നത് എന്നൊരു വലിയ ആശങ്കയിലാണ് ലോകം. ഒരു കമേഴ്ഷ്യൽ ഷിപ്പ്, ഒരു US നേവി ഹെലികോപ്റ്റർ, 2 ഹെൽഫയർ മിസൈൽസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും മിഡിൽ ഈസ്റ്റിലെ മാരിടൈം ക്രൈസിസ് ഇപ്പോൾ മറ്റൊരു അപകടകരമായ ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 ഗൾഫ് ഓഫ് ഒമാനിൽ പനാമ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഒരു കാർഗോ ഷിപ്പിന് നേരെ അമേരിക്കൻ സൈന്യം മിസൈൽ സ്ട്രൈക്ക് നടത്തി. കപ്പലിന്റെ പേര് വേലാനോവ. US പറയുന്നത് ഈ ഷിപ്പ് ഇറാന്റെ പോർട്സിലേക്കുള്ള അമേരിക്കൻ നേവൽ ബ്ലോക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു എന്നാണ്. റേഡിയോ വഴി ആവർത്തിച്ച് താക്കീത് നൽകിയിട്ടും മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ മുന്നോട്ട് പോയതാണ് ഈ വൻ ആക്രമണത്തിന് വഴിവെച്ചത്. എന്താണ് ഒമാൻ ഉൾക്കടലിൽ സംഭവിച്ചത്? കപ്പലിലെ ജീവനക്കാരുടെ അവസ്ഥ എന്താണ്? ഇറാൻ അമേരിക്കൻ പോരാട്ടം ഏത് തലത്തിലേക്കാണ് പോകുന്നത്? അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ നിന്ന് വീണ്ടും നടുക്കുന്ന ഒരു സൈനിക വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഗൾഫ് ഓഫ് ഒമാനിൽ കപ്പലിന് നേരെ US മിലിറ്ററിയുടെ വമ്പൻ ആക്രമണം. അമേരിക്കൻ ഉപരോധം ലംഘിച്ച് മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ച പനാമ പതാക ഘടിപ്പിച്ച വേലാനോവ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് US നേവിയുടെ ഹെലികോപ്റ്റർ മിസൈൽ പതിച്ചത്. റേഡിയോ വഴി ആവർത്തിച്ച് താക്കീത് നൽകിയിട്ടും മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ മുന്നോട്ട് പോയതാണ് ഈ വൻ ആക്രമണത്തിന് വഴിവെച്ചത്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അറേബ്യൻ കടലിൽ പാകിസ്ഥാൻ കോസ്റ്റിൽ നിന്ന് ഏകദേശം 71 നോട്ടിക്കൽ മൈൽസ് അകലെയുള്ള ഏരിയ വെസ്റ്റ് ബൗണ്ട് റൂട്ടിൽ സഞ്ചരിക്കുകയായിരുന്ന വേലാനോവ എന്ന കണ്ടെയ്നർ ഷിപ്പിലാണ് ആക്രമണം ഉണ്ടായത്. US സെൻട്രൽ കമാൻഡ് സെൻകോം പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇറാന്റെ പോർട്ടുകളിലേക്ക് ചരക്ക് എത്തിക്കുന്നതിനായിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം മറികടക്കാൻ കപ്പൽ ശ്രമിക്കുകയായിരുന്നു. US നാവികസേനയുടെ MH-60 ഹെലികോപ്റ്ററുകൾ കപ്പലിന് കൃത്യമായി മുന്നറിയിപ്പ് നൽകി. എന്നാൽ കപ്പലിലെ ജീവനക്കാർ അതൊന്നും കാര്യമാക്കാതെ മുൻപോട്ട് പോയി. തുടർന്നാണ് ഹെലികോപ്റ്ററിൽ നിന്ന് 2 ഹെൽഫയർ മിസൈലുകൾ കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്കും റഡറിലേക്കും തൊടുത്തത്. മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് വലിയ തീപിടുത്തമുണ്ടായി എങ്കിലും പിന്നീട് അത് അണയ്ക്കാനായി. ഭാഗ്യവശാൽ കപ്പലിലുണ്ടായിരുന്ന 17 ജീവനക്കാർക്കും ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാരിടൈം ഏജൻസിയായ വാൻഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും കടുത്ത നടപടിയിലേക്ക് കടന്നതെന്ന് നോക്കുമ്പോൾ US സെൻട്രൽ കമാൻഡ് സെൻകോം വ്യക്തമാക്കിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളുടെ സൈന്യം വളരെ ജാഗ്രതയിലാണ്. ഈ കപ്പലിന് ഇനി ഇറാന്റെ തുറമുഖത്തേക്ക് എത്താൻ കഴിയില്ല. ജൂലൈ മാസത്തിൽ ഇറാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഘർഷങ്ങൾ വീണ്ടും കനത്തതോടെയാണ് US ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് മേല് കർശനമായിട്ടുള്ള ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയത്. ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ 55-ലധികം ചരക്ക് കപ്പലുകളെ US നേവി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. 2 കപ്പലുകൾ US സൈന്യം റെയ്ഡ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. 3 ഉപരോധം ലംഘിച്ച 3ാമത്തെ കപ്പലാണ് ഇപ്പോൾ ആക്രമണത്തിൽ തകർക്കപ്പെടുന്നത്. ഇനി ഗൾഫ് ഓഫ് ഒമാൻ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് നോക്കുമ്പോൾ ഇതാണ് ജോഗ്രഫി. ഗൾഫ് ഓഫ് ഒമാൻ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, പേർഷ്യൻ ഗൾഫ്, അറേബ്യൻ സീ ഇവയെല്ലാം ഒരേ മാരിടൈം സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓയിൽ ട്രാഫിക്കിന്റെ വലിയൊരു ഷെയറും പോകുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടന്ന് ഗൾഫ് ഓഫ് ഒമാനിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ഗൾഫ് ഓഫ് ഒമാനിൽ ഒരു കമേഴ്ഷ്യൽ വെസലിനെ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് തടയുന്നു എന്നതൊരു ചെറിയ മാരിടൈം ഇൻസിഡന്റ് അല്ല. ഗ്ലോബൽ എനർജി സപ്ലൈ ചെയിനിന്റെ വാതിക്കലാണ് ഈ ഒരു സംഭവം. അതുകൊണ്ടാണ് ഓയിൽ മാർക്കറ്റ് ഇതിനെ ശ്രദ്ധിക്കുന്നത്. ലോകത്തെ 20% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്നത് തന്ത്രപ്രധാനമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. നിലവിൽ വലിയ തർക്കമേഖലയായി മാറിയിരിക്കുകയാണിത്. ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താക്കൾ അറിയിച്ചത് അമേരിക്ക അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയും തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ ഈ ഒരു പാത സാധാരണ നിലയിലാകില്ല എന്നാണ്. ഇതിന്റെ ഫലമായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 20% ഉയർന്നു നിൽക്കുകയാണ്. വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ധനവിലയെ നേരിട്ട് ബാധിക്കുന്നുമുണ്ട്. ശരിക്കും ഇത് 3 ലെവൽ വാർണിംഗ് ആണ്. ഒന്നാമത് മാരിടൈം വാർണിംഗ് ആണ്. ഗൾഫ് ഓഫ് ഒമാൻ ഇനി കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ സോൺ അല്ല. രണ്ടാമത് മിലിറ്ററി വാർണിംഗ് ആണ്. അതായത് US ബ്ലോക്കേഡ് വയലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വാർണിംഗ് മാത്രം ലഭിക്കില്ല, വെപ്പൺസ് ഉപയോഗിക്കാം.
അടുത്തത് മൂന്നാമത്തേത് ഇക്കണോമിക് വാർണിംഗ് ആണ്. ഹോർമുസ്, ബാബൽ മന്ദബ് അവിടെ ഡിസ്റപ്ഷൻസ് തുടരുകയാണെങ്കിൽ ഗ്ലോബൽ ഓയിൽ ആൻഡ് ഷിപ്പിംഗ് കോസ്റ്റുകൾ വീണ്ടും ഉയരാം. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഇറാന്റെയും യുഎസിന്റെയും പ്രതിനിധികൾ ഒമാൻ വഴി മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിൽ വ്യക്തമായൊരു ധാരണയിൽ എത്താൻ സാധിച്ചിട്ടില്ല. ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം നാവിക ഉപരോധങ്ങൾ ലംഘിക്കുന്ന ഏതൊരു കപ്പലിനുമെതിരെ കർശന സൈനിക നടപടി ഉണ്ടാകുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ ഹെൽഫയർ മിസൈൽ ആക്രമണത്തിലൂടെ അമേരിക്ക നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലും പുകയുന്ന ഈ സൈനിക സംഘർഷങ്ങൾ ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തിക യുദ്ധ പ്രതിസന്ധിയിലേക്കാണോ തള്ളിവിടുന്നത് എന്ന ഭയത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം. യുദ്ധം 4.5 വർഷത്തിലേക്ക് നീളുന്നു. ഫ്രണ്ട് ലൈനിൽ റഷ്യ വലിയ ബ്രേക്ക് ത്രൂ നേടുന്നില്ല. സമാധാന ചർച്ചകളിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ മോസ്കോ മറ്റൊരു കാര്യത്തിൽ സ്പീഡ് കൂട്ടുകയാണ്, മിസൈൽ പ്രൊഡക്ഷൻ. യുക്രൈന്റെ മിലിറ്ററി ഇന്റലിജൻസ് പറയുന്നത് റഷ്യ ഇപ്പോൾ ചില പ്രധാന മിസൈൽസ് അതിന്റെ മന്ത്ലി പ്രൊഡക്ഷൻ ടാർഗറ്റ്സിനേക്കാൾ 10 മുതൽ 20% വരെ മറികടന്ന് നിർമ്മിക്കുകയാണ് എന്നാണ്. അതിൽ വെറും പഴയ മിസൈൽ അല്ല, KH-101, കാലിബർ, സിർക്കോൺ, ഓണിക്സ് തുടങ്ങിയ മിസൈലുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ചിലതിന്റെ പ്രൊഡക്ഷൻ ടാർഗറ്റ് റഷ്യ വലിയ തോതിൽ ഓവറായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കീവ് പറയുന്നത്. റഷ്യ 87 KH-101 ക്രൂയിസ് മിസൈലുകൾ നിർമ്മിച്ചതായിട്ട് യുക്രൈൻ പറയുന്നുണ്ട്. മന്ത്ലി ടാർഗറ്റ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ ടാർഗറ്റിന്റെ ഏകദേശം എത്ര ശതമാനത്തോളമാണ് എന്നുള്ളത് ഊഹിക്കാമല്ലോ. ഇതൊരു ചെറിയ പ്രൊഡക്ഷൻ ഇൻക്രീസ് അല്ല ശരിക്കും. വാർ എക്കണോമി ഇപ്പോഴും ഫുൾ സ്പീഡിൽ ഓടുന്നു എന്നതിന്റെ സിഗ്നലും കൂടിയാണിത്. പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. റഷ്യ എന്തിനാണ് ഇത്രയും മിസൈലുകൾ ഇപ്പോൾ ഒരു സ്റ്റോക്ക് പൈൽ ചെയ്യുന്നത്? യുക്രൈനെതിരെ അടുത്ത വലിയ എയർ ക്യാമ്പയിൻ വരികയാണോ? അല്ലെങ്കിൽ മോസ്കോ ലോങ് വാറിന് തയ്യാറെടുക്കുകയാണോ? ഇത് യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എങ്ങനെയാണ് തകർക്കുന്നത്? കഴിഞ്ഞ 4 വർഷത്തിലേറെയായിട്ട് തുടരുന്ന ഈ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ ഇതുവരെ എത്ര ലക്ഷം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു? പരിശോധിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധകളത്തിൽ നിന്ന് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പാശ്ചാത്യ ഉപരോധങ്ങളും വിലക്കുകളും കൊണ്ട് റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും അവരുടെ ആയുധശേഖരം തീർന്നു പോകുമെന്നും കരുതിയവർക്ക് തെറ്റി. യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് തന്നെ പുറത്തുവിട്ട പുതിയ ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് റഷ്യ അവരുടെ പ്രതിമാസ മിസൈൽ ഉൽപാദന ലക്ഷ്യങ്ങളെക്കാൾ 10 മുതൽ 20% വരെ കൂടുതൽ മിസൈലുകൾ പ്രതിമാസം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് മരണം വിതയ്ക്കുന്ന KH-101, കടലിൽ നിന്ന് തൊടുക്കുന്ന കാലിബർ, ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗതയുള്ള ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈലുകൾ തുടങ്ങിയ റഷ്യയുടെ പ്രധാന ആയുധങ്ങളുടെ എല്ലാം ഉൽപാദനം കുതിച്ചുയരുകയാണ്. യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ഹെഡ് വാദിം സ്കിബിറ്റ്സ്കി വെളിപ്പെടുത്തിയ കണക്കുകൾ പരിശോധിച്ചാൽ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകും. ഒന്ന്, KH-101 ക്രൂയിസ് മിസൈലുകൾ. ജൂലൈ മാസത്തിൽ 72 മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു റഷ്യയുടെ ടാർഗറ്റ്. എന്നാൽ അവർ നിർമ്മിച്ചത് 87 KH-101 മിസൈലുകളാണ്. അതായത് 140% അധിക ഉൽപാദനം. ഇനി 2 കാലിബർ മിസൈലുകളാണ്. ജൂലൈയിലെ ടാർഗറ്റ് 26 ആയിരുന്നെങ്കിൽ 29 എണ്ണം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് KH-35 ആന്റി ഷിപ്പ് മിസൈലുകളാണ്. പ്രതിമാസ ലക്ഷ്യത്തിന്റെ 200%-ലധികം ഉൽപാദനം നേടിയിട്ടുണ്ട്. ഇനി നാലാമത്തേതെന്ന് പറയുന്നത് സിർക്കോണും ഓണിക്സ് മിസൈലുകളാണ്. ഈ വർഷത്തെ ആദ്യ 7 മാസത്തിനുള്ളിൽ തന്നെ 2026 മുഴുവൻ വാർഷിക ടാർഗറ്റായ 33 ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. 33 സിർക്കോണും 60 ഓണിക്സും. ഇത് റഷ്യൻ ഫാക്ടറികൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ റഷ്യ എങ്ങനെയാണ് ഉൽപാദനം കൂട്ടിയത് എന്ന് നോക്കുമ്പോൾ ഇതിന് 2 പ്രധാന തന്ത്രങ്ങളാണ് റഷ്യ ഉപയോഗിച്ചത്. ഒന്ന്, വളരെ ലളിതമായിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ. നിർമ്മാണ ഘട്ടത്തിലെ സാങ്കേതിക പരിശോധനകൾ കൂടുതൽ വേഗത്തിലാക്കി. ഇനി അടുത്തത് വിഭവങ്ങളുടെ മുൻഗണന മാറ്റലാണ്. കിൻജാൽ, KH-32 എന്നീ മിസൈലുകളുടെ ഉൽപാദനം ഏപ്രിൽ മാസം മുതൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. അതിനായിട്ട് മാറ്റിവെച്ച ഇലക്ട്രോണിക് ചിപ്പുകളും റോക്കറ്റ് ഫ്യൂവലും പണവും ഹൈ ഡിമാൻഡ് മിസൈലുകളിലേക്ക് തിരിച്ചുവിട്ടു. റഷ്യൻ മിസൈലുകളുടെ എണ്ണം കൂട്ടിയതോടെ യുക്രൈന്റെ വ്യോമ പ്രതിരോധ നിര വൻ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇസ്കന്ദർ M, സിർക്കോൺ തുടങ്ങിയ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനായിട്ട് അമേരിക്കൻ നിർമ്മിത പേട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് മാത്രമേ സാധിക്കൂ. എന്നാൽ യുക്രൈന്റെ കൈവശം പേട്രിയറ്റിന്റെ കടുത്ത ക്ഷാമമുണ്ട്. ജൂലൈ മാസത്തിൽ മാത്രം 198 ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ യുക്രൈനെതിരെ തൊടുത്തത്. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ 10 ദിവസത്തിൽ 70 ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ അയച്ചപ്പോൾ ഒന്നൊഴിച്ചിട്ട് ബാക്കി 69 എണ്ണവും തടുക്കാൻ യുക്രൈന് കഴിഞ്ഞില്ല എന്നത് യുദ്ധകളത്തിലെ യാഥാർത്ഥ്യമാണ്. ഇനി ഈ യുദ്ധത്തിന്റെ ഭീകരമായ മാനുഷിക വശങ്ങളിലേക്ക് കണ്ണോടിക്കാം. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യൻ അധിനിവേശം 4.5 വർഷത്തിലധികം പിന്നിടുമ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ആകെ മരണങ്ങളും പരിക്കുകളും നോക്കുമ്പോൾ
സൈനികരും സിവിലിയന്മാരും അടക്കം ഇരുവിഭാഗത്തിലുമായിട്ട് കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരുടെ എണ്ണം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ്. റഷ്യൻ സൈനിക നഷ്ടം നോക്കുമ്പോൾ 11 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് പാശ്ചാത്യ മിലിറ്ററി കണക്കുകൾ കാണിക്കുന്നത്. ഇനി യുക്രൈൻ സൈനിക നഷ്ടം നോക്കുമ്പോൾ 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലാണ് യുക്രൈൻ സൈന്യത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ. സിവിലിയൻ മരണങ്ങൾ നോക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 16,400-ലധികം സിവിലിയൻസ് യുക്രൈനിൽ കൊല്ലപ്പെട്ടു. 50,000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇനി ആഭ്യന്തര അഭയാർത്ഥികളുടെ കാര്യം നോക്കുമ്പോൾ 37 ലക്ഷത്തിലധികം യുക്രൈൻ ജനങ്ങൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായപ്പോൾ 59 ലക്ഷത്തോളം പേർ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. ആധുനിക യുദ്ധങ്ങളിൽ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യയേക്കാൾ വ്യാവസായിക ഉൽപാദന ശേഷിയാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന വലിയ പാഠമാണ് ഈ റഷ്യ-യുക്രൈൻ യുദ്ധം ലോകത്തിന് നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം വൈകുകയും റഷ്യൻ ആക്രമണം ശക്തമാവുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്ന ആശങ്കയിലാണ് നയതന്ത്ര ലോകം. ഇത്രയൊക്കെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ചർച്ചകൾ, നയതന്ത്രം, മനുഷ്യാവകാശങ്ങൾ, സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ, ഇവയ്ക്കെല്ലാമുള്ള ശ്രമങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട്. ലെബനൻ പോലെയുള്ള രാജ്യങ്ങൾ ഡെത്ത് പെനാൽറ്റി പോലെയുള്ള പഴയ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്നു. പല രാജ്യങ്ങളും സമാധാനത്തിനായിട്ടുള്ള വഴികൾ തേടുന്നു. ടെക്നോളജിയും ഡിപ്ലോമസിയും ഉപയോഗിച്ച് സംഘർഷങ്ങൾ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. തുടർച്ചയായ യുദ്ധവാർത്തകളും അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങളും കേൾക്കുമ്പോൾ ലോകം മുഴുവൻ അശാന്തതയിലാണോ എന്ന് തോന്നാമെങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിലും പുതിയ പ്രതീക്ഷകളുടെ വെളിച്ചം എവിടെയൊക്കെയോ തെളിയുന്നുണ്ട്. ഭരണകൂടത്തിന് മനുഷ്യന്റെ ജീവനെടുക്കാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ച ലെബനന്റെ തീരുമാനം മനുഷ്യാവകാശങ്ങളുടെ വലിയൊരു വിജയമാണ്. ബംഗ്ലാദേശിലെയും മിഡിൽ ഈസ്റ്റിലെയും റഷ്യ-യുക്രൈൻ യുദ്ധകളത്തിലെയും പിരിമുറുക്കങ്ങൾ വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇരുണ്ട രാത്രികൾക്ക് ശേഷം എപ്പോഴും തെളിച്ചമുള്ളൊരു പുലരി ഉണ്ടാകുമല്ലോ. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.